ഹലോ. ഹലോ. ഇതാരാ? ഞാനാന്ന് വെച്ചാ അങ്ങനെ പറഞ്ഞാ മനസ്സിലാവും. അല്ല, എന്നെ എങ്ങനെ ഉം, പരിചയം? പരിചയമൊന്നുമില്ല, എന്നാൽ പരിചയപ്പെടാലോ. അല്ല, നിങ്ങളെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അല്ല, നിങ്ങൾ ആരാന്ന് പറയണ്ട, എൻ്റെ പേരെല്ലാം പറഞ്ഞിട്ടെന്ന് വേണ്ടേ? നിങ്ങൾക്ക് ഇവിടുന്ന് നമ്പർ കിട്ടിയത്? നമ്പർ നമ്പർ കിട്ടിയത് ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയതാ. അത് സ്ഥലത്ത് നിന്നെന്ന് പറഞ്ഞാല്? അതായത് കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണത്തിന് വന്നിട്ടില്ലേ, മനുവിന്റെ? ആ ആ എൻ്റെ മൂത്തമ്മേൻ്റെ മോനാണ്. ഓ, മൂത്തമ്മേന്റെ മോന്റെ കല്യാണമാണോ? ആ. ഞാന് ആ കല്യാണത്തിന് അവൻ കല്യാണം കഴിച്ച പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വന്ന കൂട്ടത്തിലുള്ള ഒരാളാ. ഓ. ഞാൻ അവിടെ വന്നപ്പോഴേ ആ ആ ഇദ്ദേഹത്തെയാണ് ഞാൻ അവിടെ ഇങ്ങനെ നല്ലൊരു ആക്റ്റീവായിട്ട് വളരെ ഗ്ലാമറായിട്ട് ഒരാളെ കണ്ട്. ഓ. അപ്പൊ നിങ്ങളെ എന്താണ് പേരെന്താ? എന്റെ പേരൊക്കെ ഞാൻ പിന്നെ പറയാം, കാര്യങ്ങൾ സംസാരിക്കാം. ആ അതായത് ഞാനവിടെ കണ്ട് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് കുറെ നേരം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല, പിന്നെ കുറെ ആളില്ലേ. ആ, അപ്പൊ നിങ്ങൾ എന്നിട്ട് എന്നെ പരിചയപ്പെടാതെ പിന്നെ വരാഞ്ഞിനി? അന്ന് പിന്നെ എങ്ങനെയാ സംസാരിക്കുക, നിങ്ങളെന്ത് വിചാരിക്കുന്നു ചോദിച്ചിട്ടാ. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ നമ്പർ, നിങ്ങളൊരു ഒരു കൂട്ടുകാരിക്ക് നമ്പർ പറഞ്ഞു കൊടുത്തിട്ടില്ലേ, അതിന്റെ അടുത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഓ. ആ ആ അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ആ നമ്പർ കേട്ട് ബൈഹാർട്ടാക്കി വെച്ചതാ. ഓ, അങ്ങനെ. അല്ല, എനിക്ക് ഉം. ബൈഹാർട്ട് ആക്കി വെക്കാൻ എന്തേ? ഒന്നുമില്ല, ഞാൻ എന്നിട്ട് ഒന്ന് രണ്ടു വട്ടം വിളിക്കാൻ നോക്കി, പിന്നെ വിളിക്കാൻ ഒരു ധൈര്യം കിട്ടിയില്ല. അങ്ങനെയാണ് ഇപ്പോഴൊരു ധൈര്യം കിട്ടിയത്. ഉം. നിങ്ങള് പേര് പറഞ്ഞില്ല. എന്റെ പേര് പേര് സന്ദീപ് എന്നാണ്. ഓ. നിങ്ങളതോ? എന്റെ പേര് സുജ. സുജിയ. ആ. ഉം. അല്ല, നിങ്ങളെന്തേ വിളിച്ചേ? വെറുതെ പരിചയപ്പെടാൻ? വിളിച്ച വിളിച്ച ഞാൻ പറഞ്ഞല്ലോ, വെറുതെ വിളിച്ചാണ്. ആ ആ. പിന്നെ അന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ കേട്ടു. അപ്പൊ പിന്നെ എന്തായാലും ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു. ഒറ്റയ്ക്കാണല്ലേ താമസിക്കുന്നത്? ഞാനും എന്റെ മോനും ഉണ്ട്. അത് കൂട്ടുകാരോട് പറയുന്ന കേട്ട് ഞാൻ. മോൻ ചെറുതാ. ഹസ്ബൻഡുമായിട്ട് പണക്കത്തിലാണല്ലേ? ഹസ്ബൻഡ് പിന്നെ അങ്ങനെ ഇപ്പോ നമ്മൾ ഇതുമായിട്ടൊന്നുമില്ല, ബന്ധമൊന്നുമില്ല. വേറെ സംസാരിക്കുന്ന കേട്ട് ഞാൻ. അതെന്താ, നിങ്ങള് ഒഴിവായതാണോ? ഓ, അയാള് പോയതാ, എന്നെ ഒഴിവാക്കി പോയതാ. കുഴപ്പമില്ല, പോട്ടെ, ഞാനത് കൂടുതൽ സംസാരിക്കുന്നില്ല ഞാന്. അപ്പോ വേറെ എന്തൊക്കെയാണ് കാര്യങ്ങൾ? വിളിക്കല് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഏതായാലും നിങ്ങൾക്ക് എന്നെ അറിയുന്നതാണല്ലോ. അന്ന് കണ്ടിട്ട് അറിയുന്നത് അറിയാം, അത്ര തന്നെ. ഞാൻ വിചാരിച്ചു ഫോൺ എടുത്തിട്ട് ഇനി തെറി വിളിക്കുന്നുള്ളതായിരുന്നു സംശയം. ഏയ്. അപ്പൊ ഇടയ്ക്ക് വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും? ഇടയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഉം. വിളിക്കും. ശരിക്കും ഇത് എവിടെയാണ് വീട് വരുന്ന, കുറെ ദൂരമുണ്ടോ? ഇല്ല, കുറച്ച് പിന്നെ. ഞാന് ഇവിടെ തണ്ണീർപ്പന്തലിലാണ്. അതെയോ? അവളുടെ വീട്ടിന്റെ കുറച്ച് വേറെ മൂത്തമ്മേന്റെ മോന്റെ കല്യാണം, ആ കുട്ടിയുണ്ടല്ലോ, ആ വീടിന്റെ കുറച്ച് ദൂരെയാണ് ആ തണ്ണീർപ്പന്തല്. നിങ്ങള് ഇവിടെ എവിടെയാണ്, തലശ്ശേരി ഭാഗത്ത ആണോ? തലശ്ശേരി ഭാഗത്താണ്. എന്തോറന്ന് പറയുന്നത് ഇപ്പം താമസിക്കുന്ന എവിടെ? തോട്ടുമല. ആ. എന്തേ ഇതെല്ലാം അറിഞ്ഞിട്ട്? എല്ലാം അറിഞ്ഞിട്ടില്ല, ഞാനന്ന് നിങ്ങൾ സംസാരിക്കുന്ന മൊത്തം കേട്ട് നോക്കിയതാ. ഓ, അപ്പൊ നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടാ. അത് കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഒന്നുമില്ല, ഞാൻ കല്യാണം ഒന്നും കഴിക്കാത്ത ആളാണ്. ഓ, കല്യാണം കഴിച്ചിട്ടില്ലേ?
അതുകൊണ്ട് കൂടുതൽ വിഷയമൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഒന്ന് ഇയാളെ നേരിട്ട് കാണാൻ പറ്റുമോ? കാണാന് അല്ല, എങ്ങനെ എവിടെ വെച്ചിട്ടാ വേണ്ടേ? അങ്ങനെ എവിടെയും വെച്ച് കാണാനൊന്നുമില്ല. ഞാന് ഇവിടുന്ന് തലശ്ശേരി വന്നാൽ കാണാൻ പറ്റുമോ? തലശ്ശേരി വന്നാല് കാണാൻ പറ്റുമോന്ന് ചോദിച്ചാല്, അല്ല വെറുതെ അല്ല, പരിചയപ്പെടാൻ. തലശ്ശേരി കുറെ ദൂരം ഉണ്ടോ? തോട്ടുമലയ്ക്ക് എത്ര 10 കിലോമീറ്റർ, അങ്ങനെ 15 കിലോമീറ്റർ, 20, അങ്ങനെ എത്രയല്ലേ ഉള്ളൂ? കുറച്ചല്ലേ ഉള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാല് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ തലശ്ശേരി ടൗണിൽ വന്നാൽ കാണാൻ പറ്റുമോ? നിങ്ങക്ക് എപ്പൊ കാണാന്ന് പറഞ്ഞാൽ മതി. എന്നാ ഞാൻ പിന്നെ ജസ്റ്റ് ആടെ വരുവോ? തലശ്ശേരി അധികം വരുവോ? വരുന്നതാണ്. തലശ്ശേരി വരുന്നതാ? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇല്ല, ഒന്ന് കണ്ട് സംസാരിക്കാലോ എന്ന് വെച്ചിട്ടാ. വെറുതെ ഒരു രസം, ഒരു കാപ്പിയൊക്കെ കുടിച്ചിങ്ങനെ സംസാരിക്കാലോ എന്ന് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെ? പിന്നെ ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ഉണ്ട്, അതിനകത്ത് പ്രൊഫൈലുണ്ട്. വീട്ടിൽ നോക്കിയാൽ മനസ്സിലാവും. ആളെ തൽക്കാലം ഫോട്ടോ കാണാനേ. എനിക്ക് പിന്നെ നിങ്ങളെ കാണേണ്ട ആവശ്യമില്ല, എന്റെ മനസ്സിൽ അറിയാം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ? പിന്നെ കല്യാണക്കൊക്കെ ഹസ്ബൻഡൊക്കെ ഒഴിവായിട്ട് കുറെ കാലമായില്ലേ? ഇപ്പൊ എങ്ങനെ ഒറ്റക്കൊക്കെ താമസിക്കുന്നേ? ഒറ്റയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇങ്ങനെ സ്വന്തം വീട്ടിൽ താമസിക്കില്ല, അല്ലെ തനിച്ച് താമസിക്കുന്നതാണോ? തനിച്ചിട്ടാണ്. എന്റെ മോനുണ്ട് ചെറുത്. ഒറ്റക്ക് താമസിക്കാൻ പേടിയൊന്നുമില്ല? പേടിയൊന്നുമില്ല, കുറച്ചായല്ലോ. അപ്പൊ ഈ ഒറ്റക്ക് താമസിക്കുമ്പോ അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കൊന്നും ഉണ്ടാവുന്നുണ്ട്, ചോദിക്കുന്നുണ്ടോന്നും വിചാരിക്കല്ലേ? ഇല്ല, അല്ല മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങള് കല്യാണൊക്കെ കഴിച്ചിട്ട് ഒറ്റക്കൊക്കെ താമസിക്കുമ്പോ ഒരു എന്താ പറയാ നാടൻ ഭാഷ പറഞ്ഞാല് ഒന്ന് കളിക്കണൊക്കെ തോന്നുമ്പോ എന്ത് ചെയ്യും? കളിക്കണം തോന്നുമ്പോ എനക്ക് പറ്റുന്നത് ചെയ്യും. കൂട്ടുകാരിയോട് അങ്ങനെ അതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേട്ട് ഞാൻ. അതുകൊണ്ടാണ് തമാശ രീതിയിൽ പറയുന്നത്. ഇപ്പം മറ്റേതോ സിനിമയെ പറഞ്ഞതെല്ലാം സെൽഫി അടി എന്നൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അങ്ങനെ തന്നെ, ഒരു കണക്കിന് പറഞ്ഞാ അതന്നെ, എല്ലാം സെൽഫിയാണോ? സെൽഫി കളിക്കാതെ ടീമിൽ ഒരാളെ കൂട്ടുന്നത് നല്ലതല്ലേ? കൂട്ടണമെന്നുണ്ട്, പക്ഷേങ്കില് എങ്ങനെയാ? അല്ല, നിങ്ങൾ എന്തിട്ടാ കല്യാണം കഴിക്കാഞ്ഞേ? ഞാൻ കല്യാണം കഴിക്കാതെ പറഞ്ഞൊന്നുമല്ല, പെണ്ണ് കിട്ടായിട്ടാ. അപ്പം പെമ്പിള്ളേരൊന്നും കല്യാണം കഴിക്കാൻ റെഡിയാവുന്നില്ലല്ലോ. അല്ല, അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണേ. നിങ്ങളെ കാര്യങ്ങളെല്ലാം എങ്ങനെയാ? നമ്മള് ഈ ആമ്പിള്ളേരൊക്കെ പറഞ്ഞ പോലെ തന്നെ. അല്ല, അപ്പൊ അങ്ങനെ ഒറ്റക്ക് ചെയ്താൽ ഒരു മടുപ്പ് വരൂലേ? എന്ത് ചെയ്യാ, മടുത്തിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇങ്ങനെ അല്ല, ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അതൊക്കെ ചുമ്മാ പറയുന്നത്. ആര് അങ്ങനെ ആരും കെട്ടത്തൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയുന്ന. നമുക്കൊന്നും ഇതുവരെ അങ്ങനെ ആരും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഇതുവരെ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ ഒന്ന് അവിടെ നിന്ന് കണ്ടെന്ന് ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്ന ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി നിന്നവരങ്ങനെ അങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ച്, പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടപ്പോ അങ്ങനെ ശ്രദ്ധിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത്. വേറെ ആണെങ്കിൽ ചിലപ്പോ ഇത്രയും സംസാരിക്കില്ലല്ലോ. ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പിന്നെ സംസാരിക്കാൻ ആളെ കിട്ടിയല്ലോ, ആരോട് സംസാരിക്കാനാ? ഇടയ്ക്ക് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വിളിച്ചു. എന്നാലേ ഇത് എങ്ങനെ കാണാൻ പറ്റുക എന്നുള്ളതൊന്ന് പറ. തലശ്ശേരി വന്നാൽ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ തോട്ടുമുല വരാം. അല്ല, വീട്ടിലേക്കാണോ ഉദ്ദേശിച്ചേ? വീട്ടില്
ഒക്കെ വരണോന്ന് ഞാൻ പറയൂല. ഉം. നമുക്ക് തലശ്ശേരിന്നോ അല്ലെങ്കിൽ വേറെ തോട്ടുമല ചെറിയ ടൗണാന്ന് ചെറുതാണെന്നല്ലേ? ചെറുതാണ്. ഞാന് പിന്നെ അല്ല തലശ്ശേരി അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് തലശ്ശേരി എന്നാല് ഇങ്ങോട്ടേക്ക് വന്നൂടെ അങ്ങനെ ഇവിടെ പരിചയപ്പെടാനാണെങ്കിൽ? അല്ല, ഞാനതല്ലേ പറഞ്ഞ അങ്ങോട്ട് വരുമ്പോ ചെറിയ നിങ്ങളെ ആൾക്കാരൊന്നും കാണണ്ട എന്തെങ്കിലും പറയാൻ പറ്റില്ല. നിങ്ങൾ ഒറ്റക്കൊക്കെ താമസിക്കുമ്പോ ആൾക്കാർ വളരെയൊക്കെ പറഞ്ഞാലോന്ന് വെച്ചിട്ടാ. അല്ല അതിനെന്നാ അത് നമുക്ക് പറഞ്ഞൂടെ, സുഹൃത്തുക്കളാണോ ബന്ധുക്കളാണോ അതും പറയാലോ. ഉം. അതൊന്നും അങ്ങനെ പറഞ്ഞാൽ ഏ? ഇല്ല. നമുക്കൊരു ദിവസം ടൗണിൽ നിന്ന് കാണാം. നിങ്ങൾ വരികയാണെങ്കിൽ ആ നമുക്ക് ടൗണിൽ. എവിടെയെങ്കിലും ഒരു കോഫി ഷോപ്പിൽ ഒരു കോഫി എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ കുഴപ്പമില്ല, വീട്ടിലേക്ക് വന്നാലും ആ. ഞാനും ഫ്രീയാ, നിങ്ങളും ഫ്രീയാ. എന്താ? ഉം. ഞാൻ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണട്ടെ. ഉം. ഏ? എന്നാ എന്നിട്ട് വിളിക്കണേ. എന്നിട്ട് ഞാൻ എന്നാലും അങ്ങോട്ട് വിളിക്കാം.